ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. വിട്ടിടുങ്ക കണ്ണ, ചിന്ന പൊന്ന് താനേ, തെറിയാമലേ തപ്പ്. ശാന്തിയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ മതിയെന്നർത്ഥത്തിൽ ശ്രീറാം തൻ്റെ കൈതലം അവർക്ക് നേരെ ഉയർത്തി. ഞാൻ ചോദിച്ചത് ദുർഗ കേട്ടില്ലെന്നുണ്ടോ? അവൻ ചോദ്യം ആവർത്തിച്ചപ്പോൾ പറയാൻ ദയയുടെ പക്കലൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവൾക്കുള്ളിലെ ഭയം അതിനെ സമ്മതിച്ചില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടെറസിലേക്കുള്ള പ്രവേശനം ശ്രീറാം തനിക്കെന്നോ നിഷേധിച്ചതാണ്. പക്ഷേ താൻ ധിക്കാരം കാണിച്ചിരിക്കുന്നു. ദയയുടെ മൗനം ശ്രീറാമിൻ്റെ ദേഷ്യത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്തത്. ഇനിയും നിന്നാൽ വാവിട്ടെന്തെങ്കിലും പറഞ്ഞു പോകുമെന്ന് ഉറപ്പുള്ളതിനാൽ അവൻ വെട്ടിത്തിരിഞ്ഞ് മുകളിലേക്കുള്ള പടികൾ കയറാൻ ഒരുങ്ങി. ആദ്യത്തെ പടിയിലേക്ക് കാലെടുത്ത് വയ്ക്കും മുന്നേ ദയ അവൻ്റെ വലത് കൈത്തണ്ടയിൽ പിടിമുറുക്കിയിരുന്നു. ശ്രീറാം പിന്തിരിഞ്ഞു നോക്കി. കരഞ്ഞതുപോലെ ദയയുടെ കണ്ണുകൾ കിടുക്കം ബാധിച്ചിരുന്നു. ഒപ്പം ഇപ്പോഴും അവ നിറഞ്ഞൊലിക്കുന്നുണ്ട്. ദൈന്യത കലർന്ന അവളുടെ മിഴികളിൽ തന്നോടുള്ള അപേക്ഷയാണെന്ന് ശ്രീറാമിന് തോന്നി. ഹൃദയത്തിൻ്റെ ഓരോ കോണിൽ നിന്നും ദേഷ്യത്തിൻ്റെ അവസാന കണികയും അലിഞ്ഞില്ലാതാകുന്നതുവരെ അവനൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. പോയി നനഞ്ഞ വേഷമൊക്കെ മാറ്റിയിട്ട് വാ. അവൻ്റെ ശബ്ദത്തിൻ്റെ കാഠിന്യം കുറഞ്ഞതറിഞ്ഞപ്പോൾ ദയ അവിശ്വസനീയതയോടെ നോക്കി. ചെല്ലടോ, ഇങ്ങനെ നനഞ്ഞു നിന്നാൽ എന്തെങ്കിലും അസുഖം വരും. നേർത്ത പുഞ്ചിരിയുടെ അകമ്പടിയോടൊപ്പമുള്ള ശ്രീറാമിൻ്റെ വാക്കുകളിൽ ദയയോടുള്ള കരുതൽ കലർന്നിരുന്നു. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവൻ്റെ ദേഷ്യം മാഞ്ഞത് ശാന്തിയാക്കയിൽ അത്ഭുതം നിറച്ചപ്പോൾ അഞ്ജലി മാത്രം ശ്രീറാമിന് ദയയോടുള്ള സമീപനത്തിൻ്റെ പൊരുൾ തേടുകയായിരുന്നു. രാത്രി വല്ലാത്ത ദാഹം അനുഭവപ്പെട്ടപ്പോൾ ശ്രീറാം അസ്വസ്ഥതയോടെ തൻ്റെ അടഞ്ഞ മിഴികൾ വലിച്ചു തുറന്നു. ശേഷം കൈയെത്തിച്ച് ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ടു. അടുത്ത നിമിഷം തന്നെ കടുത്ത ഇരുട്ടിനെ ഭേദിച്ച് മുറിയിലാകെ വെട്ടം പരന്നു. കണ്ണിലേക്ക് തുളച്ചു കയറിയ വെള്ള വെളിച്ചത്തിൽ ഉടനടി ശ്രീറാമിൻ്റെ മിഴിയമകൾ തമ്മിൽ ശക്തിയായി പുണർന്നു. പുറത്ത് മഴ പെയ്യുന്ന ശബ്ദം കേൾക്കാം. ആർത്തലച്ച് പെയ്യുന്ന മഴയുടെ ഇരമ്പൽ കാതോർത്തവൻ വളരെ പതിയെ വീണ്ടും തൻ്റെ കണ്ണുകളൊന്ന് ചിമ്മി തുറന്നു. സമയം 1 മണി. ഉള്ളം കയ്യാൽ മുഖം അമർത്തി തുടച്ച് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് ശ്രീറാം മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ജഗ്ഗിൽ നിന്നും അതിനടുത്ത് വെച്ച ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നെടുത്തു. ചുണ്ടോടടുപ്പിച്ച വെള്ളം വല്ലാതെ തണുത്തിരിക്കുന്നതിനാൽ ഗ്ലാസ് അതുപോലെ തിരികെ വെച്ചവൻ ജഗ്ഗുമായി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. എപ്പോഴത്തെയും പോലെ ആദ്യം ആ കണ്ണുകൾ നീണ്ടത് ദയയുടെ മുറിവാതിൽക്കലേക്കാണ്. അകത്തെ വെളിച്ചം മുറിവാതിലിന് വിടവിലൂടെ പുറത്തേക്കെത്തി നിൽക്കുന്നത് കാണുക ശ്രീറാമിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇത്ര വൈകിട്ടും അവൾ ഉറങ്ങിയില്ലേ? ചിന്തയുടെ ചാരിയിട്ട വാതിൽ വളരെ പതിയെ തുറന്നു നോക്കി. ബാൽക്കണിയിലേക്കുള്ള ഗ്ലാസ് ഡോറിനരികിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ദയ. അവൾ തൻ്റെ ചൂണ്ടുവിരലിനാൽ ഗ്ലാസ് ഡോറിനെ മൂടിയിരിക്കുന്ന മഞ്ഞിലൂടെ എന്തൊക്കെയോ ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. ദുർഗ. ശ്രീറാമിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ പുറകിലേക്ക് ശിരസ് വെട്ടിച്ചു. അവൻ്റെ രൂപം കണ്ണിൽ പതിഞ്ഞ മാത്രം ആ കണ്ണുകളൊന്ന് മിന്നി. എന്താ ദുർഗ, തനിക്ക് ഉറക്കമൊന്നുമില്ലേ? തൻ്റെ കയ്യിലെ ജഗ് അവിടെയുള്ള മേശപ്പുറത്ത് വെച്ചവൻ ദയക്കരികിലേക്ക് നടന്നു. ഉറക്കം വന്നില്ല. എന്നും ഇങ്ങനെയാണോ? ശ്രീറാമിൻ്റെ ശബ്ദം രൂക്ഷമായി. ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടവൾ തല താഴ്ത്തി. എന്തുപറ്റി? എന്തെങ്കിലും സ്വപ്നം കണ്ടോ താൻ? അവൻ ഒന്നുകൂടെ അവളോട് ചേർന്ന് നിന്ന് ചോദിച്ചു. ഇല്ലെന്നർത്ഥത്തിൽ ഇരു ചുമലുകളും കൂച്ചി അവൾ മിഴികൾ ശ്രീറാമിന് നേരെ ഉയർത്തി. ഓരോന്നൊക്കെ ഓർത്തപ്പോൾ എന്തോ എനിക്ക് ഉറക്കം വന്നില്ല. അതിന് മാത്രം തനിക്കിപ്പോൾ ഓർക്കാൻ എന്താ ഉള്ളത്? അവൻ്റെ ചോദ്യത്തിന് അവളൊന്ന് ചുണ്ടുവിടർത്തി. ആത്മനിന്ദ കലർന്നൊരു പുഞ്ചിരി. ഇതുവരെയുള്ള ജീവിതത്തിൽ ഓരോ നിമിഷവും ദയയ്ക്ക് ഓർമ്മകളാണ് ശ്രീയേട്ട. ഓരോ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഓർമ്മകൾ. വെറും ജന്മത്തെപ്പോലും അവ എന്നെ വേട്ടയാടും. അവളൊന്ന് മന്ദഹസിച്ചു. അതിലൊരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായി തോന്നി ശ്രീറാമിന്. അതിനുമപ്പുറം തൻ്റെ മൂഢ ചോദ്യത്തിനെതിരെയുള്ള അവളുടെ പരിഹാസം. ദുർഗ. അവൻ്റെ സ്വരം ആർദ്രമായി. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? ദയ തല ചെരിച്ച് അവനെ നോക്കി. ശ്രീറാമിൻ്റെ കണ്ണുകൾ കൂർത്തത് അവളെ രസിപ്പിച്ചു. നറുചിരിയോടെ അവൾ മുന്നിലെ ഗ്ലാസ് ഡോറിലൂടെ ഇരുട്ടിലേക്ക് മിഴികൾ നീട്ടി. ആരാ അഞ്ജലി? അപ്രതീക്ഷിതമായ ദയയുടെ ചോദ്യത്തിൽ ശ്രീറാം ഒന്ന് ഞെട്ടി. താൻ ഇന്ന് കണ്ടില്ലേ? സ്വാഭാവികത നിറച്ചവൻ ചോദിക്കവേ ദയ വീണ്ടും അവനെ ഉറ്റുനോക്കി. ഇനിയും എന്തൊക്കെയോ അറിയാനുണ്ടെന്ന അവളുടെ ഭാവം ശ്രീറാമിനെ ഉലച്ചു. അഞ്ജലി എൻ്റെ അച്ഛൻ്റെയും ശേഖരനങ്കിൻ്റെയും ഉറ്റ സുഹൃത്തിൻ്റെ മകളാണ്.
അതിലുപരി എൻ്റെ ഏറ്റവും അടുത്ത മികച്ച സുഹൃത്തുക്കളിൽ ഒരാൾ. കുഞ്ഞിലേ മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അവളും അമ്മയുടെ അടുത്തായിരുന്നു സംഗീതം പഠിച്ചത്. പിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ എൻ്റെ ജൂനിയറായിരുന്നു. പിന്നീടെപ്പോഴോ അവൻ വാക്കുകൾ അർദ്ധോക്തിയിൽ നിർത്തി. പറയാൻ എന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ. അഞ്ജലിക്ക് എന്നോട് പ്രണയമായിരുന്നു. ദയയ്ക്ക് തൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുമെന്ന് തോന്നിപ്പോയി. എന്തിനാണ് ഇത്ര വേദനയെന്ന് അവൾ സ്വയം ചോദിച്ചു നോക്കി. ഒറ്റ ഉത്തരം: ഈ നാളുകൾക്കിടയിൽ തനിക്ക് തന്നോളം പ്രിയപ്പെട്ടതായിരിക്കുന്നു അവനും. അത് പ്രണയമാണോ? അറിയില്ല. ആ വികാരം എന്തെന്ന് പോലും അറിയാത്ത താൻ എങ്ങനെ ഒരു ഉത്തരം കണ്ടെത്തും? എനിക്ക് 23 വയസ്സുള്ളപ്പോഴാണ് അഞ്ജലി എന്നോട് അയാളുടെ പ്രണയം തുറന്നു പറയുന്നത്. ഒരു നല്ല സുഹൃത്തിനപ്പുറം അയാളെ എൻ്റെ ജീവിത പങ്കാളിയായി കാണാൻ സാധിക്കുമോ എന്ന ആശങ്ക എനിക്കുണ്ടായിരുന്നു. പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന സജഷൻ വെച്ചു അവൾ. 5 മാസം ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു. ആദ്യത്തെ 2 മാസങ്ങൾ കുഴപ്പങ്ങളില്ലാതെ പോയി. പക്ഷെ പിന്നീടങ്ങോട്ട്. ശ്രീറാം ഒന്ന് നിർത്തി ദീർഘമായി നിശ്വസിച്ച ശേഷം തുടർന്നു. അഞ്ജലിക്ക് ഗോപു ഒരു വലിയ പ്രശ്നമായിരുന്നു. ഗോപു എന്നോട് കാണിക്കുന്ന സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ അംഗീകരിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്കെൻ്റെ കുടുംബത്തോടുള്ള ഓവർ അറ്റാച്ച്മെൻറ്റ് അയാൾക്കൊരു ബാധ്യതയും. അഞ്ജലിയുടെ സ്പേസിനെയും അഭിപ്രായങ്ങളെയും കാഴ്ചപ്പാടുകളെയും ഇഷ്ടങ്ങളെയും ഒക്കെ മൊത്തമായി എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും അതിനെ ബഹുമാനിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ തിരിച്ചതിന് അയാൾക്ക് സാധിച്ചില്ല. മാത്രമല്ല, അഞ്ജലിയുടെ രീതികളിലേക്ക് ഇഴകിച്ചേരാൻ എന്നെ നിർബന്ധിതനാക്കി. വ്യക്തിത്വം അടിയറവ് വെച്ചൊരു ലൈഫ് അതിനെ കൊണ്ട് പറ്റില്ലായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ടി വരും. ലൈഫിൽ പലയിടങ്ങളിലും അഡ്ജസ്റ്റ്മെൻ്റൊക്കെ വേണമെന്നറിയാം. പക്ഷേ അതിനൊപ്പം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന കാര്യവും കൂടെ വേണം. ഞങ്ങൾക്കിടയിൽ അതില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും അയാളെൻ്റെ നല്ല സുഹൃത്താണ്. ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച സൗഹൃദങ്ങളിൽ ഏറ്റവും മികച്ചത്. വാക്കുകൾ അവസാനിപ്പിച്ചവൻ വിദൂരതയിലേക്ക് മിഴികളെയ്തു. മൗനമായി അവനൊപ്പം ദയയും. നമുക്കൊന്ന് പുറത്തു പോയാലോ? ഒട്ടൊരു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ശ്രീറാം ദയയോടായി ചോദിച്ചു. അവൾ അന്താളിപ്പോടെ അവനെ നോക്കി നിന്നു. പിന്നെ ഇരുട്ടിലേക്കും. ഈ കൂരിരുട്ടിൽ കോരിച്ചൊരിയുന്ന മഴയിൽ എവിടേക്ക് പോകാനാണ്? അല്ലെങ്കിലും ഈ അസമയത്തൊക്കെ ആരെങ്കിലും പുറത്തു പോകുമോ? താൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്താ ദുർഗ, എനിക്കിപ്പോൾ വരാൻ ഭയമുണ്ടോ? അതിനവൾ മനോഹരമായൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. ശ്രീറാം കണ്ണുകൾ ഒന്ന് വിടർത്തി. ദയ നിറഞ്ഞു ചിരിക്കുന്ന കാഴ്ച അവൻ അത്ഭുതമായിരുന്നു. എന്നാൽ തൻ്റെ ചിരിയിൽ അവൾ ഒളിപ്പിച്ച ശ്രീറാമിനോടുള്ള സ്നേഹവും അതിരിൽ കവിഞ്ഞ വിശ്വാസവും അവനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പോകാം. ചോദ്യത്തോടെ അവൻ ദയയ്ക്ക് നേരെ തൻ്റെ ഉള്ളം കൈ നിവർത്തി നീട്ടി. ഒട്ടും മടി കൂടാതെ അവൻ്റെ കയ്യിൽ കൈ കോർത്തവളും. തിമിർത്ത് പെയ്യുന്ന മഴത്തുള്ളികളെ ചിന്നിത്തെറിപ്പിച്ച് ശ്രീറാമിൻ്റെ കാർ അതിവേഗത്തിൽ മുന്നോട്ട് നീങ്ങി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കാണുന്ന വിജനവീഥിയുടെ ഇരുപുറങ്ങളിലേക്ക് വ്യഗ്രതയോടെ കണ്ണുകൾ പായിക്കുമ്പോൾ ദയയ്ക്കുള്ളിൽ വല്ലാത്തൊരു കൗതുകമായിരുന്നു. ഓരോ കാഴ്ചകളും അവൾ ഹൃദയം കൊണ്ടാണ് ഒപ്പിയെടുത്തിരുന്നത്. ഒഴിഞ്ഞ ഇടങ്ങളിൽ പന്തല് കെട്ടി കൊട്ടും പാട്ടും മേളവും നൃത്തവുമായി രാത്രി ആഘോഷിക്കുന്നവരെ ദയ അത്ഭുതത്തോടെ നോക്കി നിന്നു. അതെന്താ, അവിടെ കല്യാണമാണോ? തൻ്റെ ആകാംക്ഷ അടക്കവയ്യാതെ പോയി മറിഞ്ഞ കാഴ്ചയെക്കുറിച്ച് അവൾ ശ്രീറാമിനോട് തിരക്കി. അറിയില്ല, ചിലപ്പോഴാവാം. തൻ്റെ നാട്ടിലെ പോലെയല്ല, ഇവിടെയുള്ളവർക്ക് ആഘോഷിക്കാൻ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും വേണ്ട. ദയയെ ഒന്ന് നോക്കി അവൻ വീണ്ടും ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വാഹനം അല്പം കൂടി ഒറ്റപ്പെട്ടിടങ്ങളിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോൾ കാഴ്ചകൾക്ക് മാറ്റം സംഭവിച്ചു. ചിലയിടങ്ങളിൽ റോഡിനോരം ചേർന്ന് നീല ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടി തണലൊരുക്കി ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നവരെ അവളൊരു നേർത്ത മിന്നായം പോലെ കണ്ടു. അതിൽ മധ്യവയസ്കരും വൃദ്ധരും സ്ത്രീകളും അടങ്ങിയിരുന്നു. താൻ ഒത്തിരി ഭാഗ്യവതിയാണെന്ന് തോന്നി ദയയ്ക്ക്. ഒപ്പം ശ്രീറാമിനോട് ബഹുമാനവും. ചേർത്ത് പിടിക്കാൻ അവനില്ലായിരുന്നെങ്കിൽ, സാന്ത്വനമേകാൻ ആ കൈകളില്ലായിരുന്നെങ്കിൽ താനും ഇതുപോലെ തെരുവിൽ അഭയം കണ്ടെത്തേണ്ടി വരുമായിരുന്നു. ചിലപ്പോൾ ഒരു ഭ്രാന്തിയായി, അതുമല്ലെങ്കിൽ ആ നീചൻ്റെ കൈകളിൽ കിടന്ന് ഞെരിഞ്ഞമർന്നൊരു മരണം. ഡ്രൈവിങ്ങിനിടയിൽ ശ്രീറാം ഒന്ന് ദയയെ പാളി നോക്കി. അവൾ ചിന്തകളുടെ ഊരാകുടുക്കിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് ബോധ്യമായപ്പോൾ അവൻ്റെ കാൽ ബ്രേക്കിൽ അമർന്നു. നടുക്കത്തോടെ ഒന്ന് മുന്നോട്ടാഞ്ഞ ദയ വാഹനം നിർത്തിയതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ ശ്രീറാമിനെ നോക്കി. അവൻ്റെ കണ്ണുകൾ റോഡിന് എതിർവശത്തെ തുറന്നിട്ടൊരു കുഞ്ഞു ഹോട്ടലിലേക്ക് നീണ്ടു. അർദ്ധരാത്രിയിൽ തുറന്നു കിടക്കുന്ന ഹോട്ടൽ അവൾക്ക് ആശ്ചര്യമായിരുന്നു. ഇവർക്കൊന്നും ഉറങ്ങണ്ടേ? ഈ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ആരെങ്കിലും വരുമോ? ചിന്തകൾ പല വഴിക്കങ്ങനെ സഞ്ചരിക്കവേ
ശ്രീറാമിൻ്റെ മൃദുലമാർന്ന ശബ്ദം അവയെ തടസ്സപ്പെടുത്തി. തണുപ്പത്തൊരു ചായ ആയാലോ? ശ്രീയേട്ടൻ ചായ കുടിക്കാറില്ലല്ലോ. ഇടയ്ക്കൊക്കെ ആവാടോ. ചിരിയോടെ അവൻ സീറ്റ് ബെൽറ്റ് അടർത്തി മാറ്റി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. മഴ അപ്പോൾ ചെറുതായി പൊടിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുറത്തേക്ക് ഇറങ്ങാനായി ഡോറ് തുറന്ന ദയയെ ശ്രീറാം വിലക്കി. താൻ ഇറങ്ങണ്ടടോ, മഴ ചാറുന്നുണ്ട്, ഞാൻ പോയി വാങ്ങിച്ചു വരാം. അത്രമാത്രം പറഞ്ഞവൻ വലത് കൈത്തലം തൻ്റെ ശിരസിന് മറയായി വെച്ച് റോഡ് കുറുകെ കടന്നു. ശ്രീറാം ഹോട്ടലിലേക്ക് കയറുന്നതും അവിടെയുള്ള ചിലരോട് എന്തൊക്കെയോ സംസാരിക്കുന്നതും അവർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതുമെല്ലാം ദയ തൻ്റെ മിഴികളാൽ ഒപ്പിയെടുത്തു. തിരികെ വരുമ്പോൾ അവൻ്റെ ഇരു കൈയിലും ഓരോ പേപ്പർ ഗ്ലാസുകളുണ്ടായിരുന്നു. ദയ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ധൃതിയിൽ ശ്രീറാമിനരികിലേക്ക് ചെന്നു നിന്നു. നനഞ്ഞൂലേ? ഉത്കണ്ഠയോടെ ചോദിച്ചവൾ തൻ്റെ കാൽവിരലുകളിൽ ഉയർന്ന് താൻ ധരിച്ച ചുരിദാറിൻ്റെ ഷാളിനാൽ ശ്രീറാമിൻ്റെ തല തുവർത്തി. ദയയിൽ നിന്നും അത്തരം അധികാരം കലർന്ന ഇടപെടൽ ആ നേരം പ്രതീക്ഷിക്കാത്തതിനാലാവണം ശ്രീറാം വല്ലാതെ ഞെട്ടിപ്പോയി. ഇരു കൈകളിലെയും ഗ്ലാസ്സിലെ ചായ തുളുമ്പാതെ എങ്ങനെയൊക്കെയോ കാറിൻ്റെ ബോണറ്റിലേക്ക് വെച്ചവൻ കൈകളാൽ ദയയെ എടുത്തുയർത്തി. താൻ വായുവിൽ ഉയർന്നു പൊങ്ങുന്നതറിഞ്ഞ ദയ ഒരു നിമിഷം സ്തബ്ധയായി. വിറയലോടെ ശ്രീറാമിനെ മുറുക്കി പിടിക്കാൻ ഒരുങ്ങും മുന്നേ അവനവളെ ബോണറ്റിലേക്ക് ഇരുത്തിയിരുന്നു. ദയ അവനിൽ തന്നെ മിഴി നട്ടിരുന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ അവൻ്റെ കുഞ്ഞുമിഴികളിലെ ഇളം കാപ്പി നിറമാർന്ന നേത്രഗോളങ്ങൾ വ്യഗ്രതയോടെ ചലിക്കുന്നതും ചൊടികൾ കുസൃതിയോടെ വിരിയുന്നതും അവൾ കണ്ടു. എന്തേ? ഏറെ നേരമായിട്ടും തന്നിൽ നിന്നും ദയയുടെ നോട്ടം പിൻവലിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി ശ്രീറാം ചോദിച്ചു. മറുപടിയായി ഒന്നുമില്ലെന്ന് അവൾ ചുമൽ കൂച്ചി. അടുത്ത നിമിഷം ശ്രീറാം ഒരു ഗ്ലാസ് ചായ എടുത്ത് ദയയ്ക്ക് നൽകി. ഏതോ ലോകത്തെന്ന പോൽ അവനിൽ നോട്ടം അർപ്പിച്ചവൾ ചായ ചുണ്ടോട് ചേർക്കാൻ ഒരുങ്ങവേ ശ്രീറാം അത് വിലക്കി. സൂക്ഷിച്ച്, ചൂടുണ്ടാകും. ദയയുടെ മിഴികളൊന്ന് പിടഞ്ഞു. രാത്രികാല അന്തരീക്ഷത്തിൻ്റെ നിശബ്ദത അല്പനേരം അവർക്കിടയിലും പരന്നു. നോട്ടങ്ങൾ പലയിടത്തേക്കാണെങ്കിലും ഇരുവരുടെയും അധരങ്ങളിൽ ഇടയ്ക്കിടെ അവർ പോലും അറിയാത്തൊരു കുഞ്ഞിച്ചിരി എന്തിനു വേണ്ടി മിന്നിമയുന്നുണ്ടായി. തനിക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യം കണ്ട ദിവസം? ഒരു രാത്രി ദേ എൻ്റെ ഈ നെഞ്ചിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി പറ്റിച്ചേർന്ന ദിവസം. നെഞ്ചിൽ കൈവച്ച് അവനൊന്ന് വിടർന്നു ചിരിച്ചു. അവൻ്റെ വാക്കുകളിൽ ദയയുടെ മുഖം വിരിഞ്ഞെങ്കിലും അന്നത്തെ ദിവസം ഓർമ്മയിൽ തെളിയവേ അനുനിമിഷം കൊണ്ടവളുടെ മുഖം മങ്ങി. ഭയത്താൽ ഉടൽ വെട്ടിവിറച്ചു. ഏയ് ഓർമ്മകളുടെ നിലയില്ലാ ചുഴിയിലേക്ക് മുങ്ങിത്താഴാൻ തുടങ്ങുകയാണ് അവളെന്ന് കണ്ട് ശ്രീറാം ഉള്ളം കൈയാൽ ദയയുടെ കവിളിൽ ചെറുതായി 2 തട്ട് തട്ടി. ഇങ്ങോട്ട് നോക്ക് ദുർഗ, തൻ്റെ കഴിഞ്ഞ കാലം ഓർക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, ഓർക്കാം. പക്ഷെ ഇങ്ങനെ വിഷമിക്കാനല്ല. താൻ കടന്നു വന്ന വഴികൾ തനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള കരുത്താവണം. മനസ്സിലായോ? ഇപ്പം 21 വയസ്സായിട്ടല്ലേ ഉള്ളൂ. തനിക്കിനിയും ജീവിതം മുമ്പോട്ടുണ്ട്. എൻ്റെ മരണം വരെ ഞാൻ കൂടെ ഉണ്ടാകും. ആദ്യമായി നമ്മൾ കണ്ട ആ രാത്രി ചേർത്ത് പിടിച്ചില്ലേ, അതുപോലെ ചേർത്ത് പിടിക്കാൻ താനും ഞാനും കുടിക്കുന്ന ഈ ചായയാണ് സത്യം. അവൻ്റെ അവസാന വാചകങ്ങളിൽ ദയ ചിരിച്ചുപോയി. അവൾക്കൊപ്പം ചേർന്ന അവനും. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീറാം തന്നെ ദയയെ ബോണറ്റിൽ നിന്നും എടുത്ത് താഴെ ഇറക്കി. ആദ്യമുണ്ടായിരുന്ന പരിഭ്രമം എന്തുകൊണ്ടോ അവൾക്ക് ആ നിമിഷം അനുഭവപ്പെട്ടിരുന്നില്ല. തിരികെയുള്ള യാത്രയിൽ മഴ പൂർവാധികം ശക്തിയോടെ പെയ്തു തുടങ്ങിയിരുന്നു. പുറത്തും അവരുടെ ഹൃദയങ്ങളിലും ഹൃദയം തുളുമ്പുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നിറമഴ.